എത്തിയോ? ആ വന്നു. എന്തായി ഇന്റർവ്യൂവിന് പോയിട്ട്? ഓ, ഇതും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് കിട്ടുന്നില്ലേ? എന്നിട്ടാണോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഇത്രാമത്തെ ഇന്റർവ്യൂ ഇത്. ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഇടി പെണ്ണെ, എന്റെ ഒരു കേസും നമ്മുടെ ജീവിതം തന്നെ മാറുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവിടെ ഹൗസ് ലോണ്, കാർ ലോണ്, ക്രെഡിറ്റ് കാർഡ്, യൂട്ടിലിറ്റി ബിൽസ്. ആദ്യം ഒന്ന് നേരെ നിൽക്കുക, എന്നിട്ടാവും കുട്ടികൾ. വല്ല UK-ക്കോ കാനഡയ്ക്കോ പോകാന്ന് വെച്ചാല് OET-യും IITസും ഒക്കെ എഴുതി മാറ്റും. എന്തിനാ ഇത് ദൈവമേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ പഠിത്തം ഞാൻ വല്ല മെഡിസിൻ പഠിച്ചിരുന്നെങ്കിൽ കൊണ്ടേ വല്ല ഡോക്ടറായിട്ട് അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു. ആദ്യം എന്റെ മോന് നല്ലൊരു ജോലി കണ്ടുപിടിച്ചിട്ട് സെറ്റിൽ ആവുന്നുണ്ട്. എന്നിട്ട് ലൈഫ് ഫുള്ള് നമുക്കൊന്ന് എൻജോയ് ചെയ്യും. അതിനുശേഷം നമുക്ക് കുട്ടികളെ പറ്റിയൊക്കെ ചിന്തിക്കാം. എന്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നു. നീണ്ട 9 വർഷമായിട്ട് ഞങ്ങൾ അടുത്തൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്റെ കർത്താവേ. ഈ പ്രാവശ്യം ഞങ്ങളെ നിരാശരാക്കരുത്. എന്റെ യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗരാജ്യത്തിലെ വലിയവൻ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഹലോ ഹലോ, യെസ്, മനു എവിടെയാ? എന്താ താമസിക്കുന്ന? ഞാൻ വന്നോണ്ടിരിക്കുക. എന്താ നോക്കിയോ? ഇല്ല, പറയൂ. ഓ, നോക്കുന്നേ. ഈ പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. നോക്കാം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി. അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. എന്താ നോക്കിയോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കർത്താവേ, നീ തീരുമാനിച്ചാണെങ്കിൽ അനേക കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. മക്കളറിഞ്ഞോ, അമ്മയുടെ വയറ്റിൽ കുഞ്ഞാമയുണ്ട്. നമുക്കിന്ന് വലിയ ഫുഡ് കഴിക്കാം. ഓ, അതൊന്നും വേണ്ടതേ. നമുക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ടിലൂടെ ആഘോഷിക്കാം. അത് ശരിയാണല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുറെ നാളുകളായി. എന്നാ നമുക്ക് ക്യാരൻറ്റാസിന്റെ വീട്ടിൽ കൂടിയാലോ? ആ സംഭവത്തിന് ശേഷം അവർ ഭയങ്കര ഡിപ്രഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരും ഒന്ന് വിളിക്കാം. ഞാനൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ജീവിതം കൈവിട്ടു പോകുമോ എന്ന് പോലും തോന്നിപ്പോവാം. See, as a doctor, I can understand your feelings, but ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അവസ്ഥ പോട്ടെന്ന് വെക്കാം, പക്ഷെ
ഉറക്കവുമില്ല, ഭക്ഷണം പോലും കഴിക്കുന്നു. എനിക്ക് അവളെ കൈവിട്ട് പോവാടാ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അവളെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാം. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്തുപറ്റി? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. എന്തു പറ്റി? എങ്ങനെ അറിയാനാ? രാവിലെ ഒരിടത്ത് വെച്ച് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്താണ്? അതൊക്കെ നിന്റെ തോന്നല. എണീറ്റേ. ഏട്ടൻ ചിരിച്ച കാലം മറന്നു. എത്ര രസായിരുന്നു നമ്മള്. ആട്ടോ പാട്ടോ. എന്റെ ഒരു പിടിവാശി എല്ലാം തകർത്ത് കളഞ്ഞില്ല. എന്റെ പ്രൊഫഷൻ, സ്റ്റാറ്റസ്, സത്യത്തില് ഇപ്പോഴല്ലേ ഏട്ടൻ എനിക്കെല്ലാം നഷ്ടമായത്. എന്റെ മനസ്സമാധാനം, എന്റെ ഉറക്കം, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഏട്ടൻ. കണ്ണടച്ചുറങ്ങാൻ കിടക്കുമ്പോ കാതില് നമ്മുടെ കുഞ്ഞിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേക്കുവേട്ടൻ. എന്നെ കൊണ്ട് പറ്റണില്ല ഏട്ടൻ. എന്നെ കൊന്നു തരൂ ഏട്ടൻ, കൊന്നു തരൂ. നിങ്ങള് പോയി ഫ്രഷായിക്ക്. നിങ്ങളെന്താ
ഇന്നൊരു വിശേഷമുണ്ട്. അല്ല മോനെ? എല്ലാവരും നമുക്ക് കളിക്കാൻ പോവാം. എന്ത് പറ്റിയടാ രണ്ടുപേരും മൂത്തൊരു മാട്ടം? നമ്മൾ ഈ പ്രൊഫഷന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയും. നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം തെറ്റാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞ. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ മോൻ അവിനാശം ഞങ്ങൾക്ക് കിട്ടുമ്പോ ഞാനും എഞ്ചൊന്നും നേരെ നിന്നിട്ട് പോലില്ലായിരുന്നു. കുഞ്ഞുങ്ങളൊന്നും വേണ്ടാന്ന് എന്റെ അമ്മ പലതവണ പറഞ്ഞതാ. പക്ഷെ ദൈവം തന്നെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്തിനും ഏതിനും വിനോദേട്ടന്റെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ ജോലി കിട്ടി. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അഞ്ജനേനെ പ്രഗ്നന്റ് ആയി. ജോലി വേണോ കുഞ്ഞ് വേണോന്ന് ബാങ്ക് മാനേജർ ഒത്തിരി ചോദിച്ചതാ. പക്ഷെ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട വന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അഭിനവ്, ആദിത്യ, ആൽബർട്ട്, ഓരോ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുമ്പോഴും ദൈവം ഞങ്ങളെ സാമ്പത്തികമായി ഉയർത്തി. അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം അത് വലുതാ. അതെ, ജോനെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വീട് പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു നേഴ്സിംഗ് ജോലി മാത്രം. ആ സമയത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തിന് ഞങ്ങൾ യേസ് പറഞ്ഞു. പിന്നീട് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ. അത് ശരിയാ, ഇനിയൊരു കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷെ ഇനി അതിന്റെ സാധിക്കില്ല. ഒരു കുഞ്ഞിന്റെ വില എന്താണെന്ന് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതാ, അല്ലേ ശാൽ? അതെ അതെ, ആദ്യം ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷത്തിനധികം ആയുസ് ഉണ്ടായില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കൺസീവ് ആയി. പക്ഷെ അതും ഞങ്ങൾക്ക് 3ാമതിരുന്ന കുഞ്ഞാണ് ഞങ്ങളുടെ ജയ്ക്കുട്ടൻ. സിസേറിന്റെ സമയത്ത് കുഞ്ഞിന്റെ ഉള്ളിൽ മെക്കോണിയും പോയി. നമ്മൾ എത്ര സ്ട്രോങ് ആണെങ്കിലും ഈ തമ്പുരാൻ ചിലപ്പോഴൊക്കെ നമ്മളെ കരയിപ്പിക്കും. അങ്ങനെ കിട്ടിയതാ ഞങ്ങൾക്ക് ഇവനെ. ദൈവം നമുക്ക് നൽകിയ ആദ്യത്തെ കൽപ്പന ഏതാണെന്നറിയോ? നിങ്ങൾ വർദ്ധിച്ചു പെരുകുകയും. ഞങ്ങൾ ആദ്യം ഒരു കുഞ്ഞു മാത്രം മതിയെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായത്. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ അവരെ നിഷ്കളങ്കമായി ചിരി കാണുമ്പോ നമ്മൾ അതെല്ലാം മറക്കും. നമ്മള് വിചാരിക്കുന്ന പോലെ നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചെങ്കിൽ നമ്മളിപ്പോ ഉണ്ടാകുമായിരുന്നോ? അല്ലെങ്കിലും വിവാഹം എന്ന കുതാശയുടെ പൂർത്തികളും കുഞ്ഞുങ്ങളല്ലേ. അവരെ വളർത്തി വലുതാക്കുമല്ലേ നമ്മുടെ സ്റ്റാറ്റസും പ്രൊഫഷനും ഒക്കെ. ഒരുപക്ഷെ നാളെ അവർ ഒരു സയന്റിസ്റ്റോ ഒരു വിശുദ്ധനോ ആവുമല്ലെന്ന് ആരറിഞ്ഞു? ഒരു സന്തോഷ വാർത്തയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞു കൂടി വരുന്നു. പിള്ളേരെ വാ, കേക്ക് കുറിക്കാം. എന്താ ആലോചിക്കുന്നേ? എന്ത് സന്തോഷമല്ലേ അവരുടെ മുഖത്ത്. കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മനസ്സിലാകാൻ വൈകും. നാളെ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് പള്ളിയിൽ കുറച്ച് നേരത്തെ ഒന്ന് പോയി ആരാധനയ്ക്ക് തന്നിരിക്കും. ഓക്കെ, ഞങ്ങൾ പോട്ടെ.